ഒരു സിമ്പിൾ ഡെയിലി വെയർ കുർത്ത സെറ്റും അനാർക്കലി സെറ്റും കണ്ടാലോ? മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് കേട്ടോ. ബോട്ടും ടോപ്പും സെയിം പ്രിന്റ് പോലെ നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ ശരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത്. സ്ലീവ് ലെങ്ത് വരുന്നത് 3/4 ആണ്. റൗണ്ട് നെക്ക് ആണ് വരുന്നത്. കോട്ടൺ ആയതുകൊണ്ട് തന്നെ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ഒരു സിമ്പിൾ അനാർക്കലി ആണ്. പ്രിന്റ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അനാർക്കലി ആണ്. കുറച്ച് ഫ്ലെയർഡ് ആണ്, പക്ഷെ അങ്ങനെ ഓവർ ഫ്ലെയർഡ് ആയിട്ടുള്ള അനാർക്കലി അല്ല. സിമ്പിൾ അനാർക്കലി ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കമ്മൽ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നെക്കിന്റെ ഇവിടെ ഇതുപോലൊരു ഡിസൈൻ വരുന്നുണ്ട്. നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ. പിന്നെ ദുപ്പട്ടയുടെ മുകളിൽ ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ പ്രിന്റ് എല്ലാം വരുന്നുണ്ട്. രണ്ട് ഡ്രസ്സും വളരെ സിമ്പിളും ആണ്, അതേപോലെ വളരെ കംഫർട്ടബിളും ആണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, ബൈ. ഒരു സിമ്പിൾ ഡെയിലി വെയർ കുർത്ത സെറ്റും അനാർക്കലി സെറ്റും കണ്ടാലോ? മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് കേട്ടോ. ബോട്ടും ടോപ്പും സെയിം പ്രിന്റ് പോലെ നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ ശരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത്. സ്ലീവ് ലെങ്ത് വരുന്നത് 3/4 ആണ്. റൗണ്ട് നെക്ക് ആണ് വരുന്നത്. കോട്ടൺ ആയതുകൊണ്ട് തന്നെ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ഒരു സിമ്പിൾ അനാർക്കലി ആണ്. പ്രിന്റ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അനാർക്കലി ആണ്. കുറച്ച് ഫ്ലെയർഡ് ആണ്, പക്ഷെ അങ്ങനെ ഓവർ ഫ്ലെയർഡ് ആയിട്ടുള്ള അനാർക്കലി അല്ല. സിമ്പിൾ അനാർക്കലി ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കമ്മൽ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നെക്കിന്റെ ഇവിടെ ഇതുപോലൊരു ഡിസൈൻ വരുന്നുണ്ട്. നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ. പിന്നെ ദുപ്പട്ടയുടെ മുകളിൽ ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ പ്രിന്റ് എല്ലാം വരുന്നുണ്ട്. രണ്ട് ഡ്രസ്സും വളരെ സിമ്പിളും ആണ്, അതേപോലെ വളരെ കംഫർട്ടബിളും ആണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമന്റ് ചെയ്യണേ.